നിങ്ങൾക്കറിയാമോ 2026 ജൂലൈ 7 വയനാട് ജില്ലയിൽ കള്ളാടിയിൽ നടന്നത് ഒരർത്ഥത്തിൽ മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു. മുന്നറിയിപ്പുകൾ പലതും ഉണ്ടായിരുന്നെങ്കിലും അത് നിർമ്മാണ കമ്പനി അത് അവഗണിച്ചു. ആ ദുരന്തത്തിന് ഞെട്ടിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആനക്കാമ്പൂയിൽ കള്ളാടി തുരങ്കപാത മുഖത്ത് കനത്ത മഴയുണ്ടായ മണ്ണിടിച്ചിലും തുരങ്കത്തിനായി എടുത്ത മണ്ണ് നീക്കാതെ കൂമ്പാരമായി കൂട്ടിയിട്ടിരുന്നതും ദുരന്തത്തിന്റെ ആഘാതത്തിന് ആക്കം കൂട്ടി. 3 പേർ തൽക്ഷണം മരിച്ചു. 9 പേർ പരിക്കുകളുടെ ആശുപത്രിയിലായി. കാണാതായ 8 പേരിൽ 7 പേരുടെ മൃതദേഹം കണ്ടുകിട്ടി. ഇനി ഒരാളുടെ മൃതദേഹം കൂടി കണ്ടുകിട്ടാനായിട്ടുണ്ട്. കള്ളാടിയിലെ ദുരന്തത്തിന് ഒരൊറ്റ കാരണമല്ല അതിശക്തമായ മഴ, ഭൂപ്രകൃതിയുടെ പ്രത്യേകത, നിയന്ത്രണമില്ലാത്ത നിർമ്മാണ പ്രവൃത്തികൾ, മുന്നറിയിപ്പുകൾ അവഗണിച്ചതെല്ലാം ഓരോരോ കാരണങ്ങളാണ്. അതുപോലെ ദീർഘവീക്ഷണവും അനുഭവസ്ഥരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കുകയില്ലായിരുന്നു. ഇന്നും ഒരു അത്ഭുതമായി നിലകൊള്ളുന്ന വയനാട് താമരശ്ശേരി ചുരം 1700-1800 കാലഘട്ടങ്ങൾ ജീവിച്ചിരുന്ന കരിന്തട്ടൻ എന്ന ആദിവാസി മൂപ്പൻ സായിപ്പിന് കാണിച്ചു കൊടുത്ത പാതയാണ്. അവർ വന വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോകുന്നതായ ആ കാനന പാതയായിരുന്നു. കരിന്തട്ടന്റെ അനുഭവ സമ്പത്തും സായിപ്പിന്റെ ബുദ്ധിയും സാങ്കേതിക വിദ്യയും സംഗമിച്ചപ്പോൾ താമരശ്ശേരി ചുരം രൂപാന്തരപ്പെട്ടു. വിദഗ്ധരുടെ മുന്നറിയിപ്പുകളും ശാസ്ത്രീയ പഠനങ്ങളും അവഗണിക്കാതെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഈ ദുരന്തം നമ്മെ വിളിച്ചറിയിക്കുന്നു. ഈ ദുരന്തത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട വിനയത്തിലേക്കും ഉത്തരവാദിത്വ ബോധത്തിലേക്കും നാം തിരിയണം. ശാസ്ത്രീയ മുന്നറിയിപ്പുകളെ ഗൗരവത്തോടെ കാണുകയും ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നത് ബൈബിളിലെ വിവേകത്തിന്റെ തത്വങ്ങളോട് യോജിക്കുന്നതാണ്. അപകട സൂചനകൾ അവഗണിക്കരുത്. ദൈവം പലപ്പോഴും സാഹചര്യങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും മറ്റുള്ളവരുടെ മുന്നറിയിപ്പുകളിലൂടെയും അപായ സൂചനകൾ നൽകാം. ജോസഫ് ഫറവോനോട് വരുവാനിരിക്കുന്ന ക്ഷാമം മുൻകൂട്ടി കണ്ട് ധാന്യം സംഭരിക്കാൻ ഉപദേശിച്ചു. ഫറവോൻ അപകടം മുൻകൂട്ടി കണ്ടറിഞ്ഞ് അതിന് വേണ്ടതായ ക്രമീകരണങ്ങൾ നടത്തി. അങ്ങനെ 7 വർഷത്തെ ക്ഷാമത്തെ ഈജിപ്ത് അതിജീവിച്ചു. ഉൽപ്പത്തി പുസ്തകം 41-33-36 വാക്യങ്ങൾ. ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ വീട് പണിതു. കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും പേമാരിയും വന്നപ്പോൾ ആ വീട് അവിടെ തന്നെ നിലനിന്നു. മത്തായി 7-24-27 വാക്യം. വരാനിരിക്കുന്ന പ്രതിസന്ധിയെ മുന്നിൽ കണ്ട് ശേഷം നിങ്ങൾ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.